എവ്രിവൺ. അപ്പൊ എല്ലാവരും തിരുവോണത്തിന്റെ അന്ന് ഓണസദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്കിനി ഞാനൊരു വിഷ്വൽ ട്രീറ്റ് തരട്ടെ. കാര്യം സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നിൽക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള വളരെ ഗംഭീരമായ ഒരു ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റിനപ്പുറത്തേക്ക് ഇത് ആരുടെ ഫ്ലാറ്റ് ആണെന്നുള്ളതാണ്. ഹണി റോസിന്റെ ഫ്ലാറ്റിലാണ് നമുക്കുള്ളത്. അപ്പോൾ വെൽക്കം ടു സെലിബ്രിറ്റി ഹോം ടൂർ. തിരുവോണാശംസകൾ. ഇതിൽ പറയാൻ തിരുവോണം ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകാനാണ്? ഹണി റോസിനെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഹണി റോസിന്റെ ഹോം ടൂർ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അടിപൊളി ഒരു ഫ്ലാറ്റ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് മറൈൻ ഡ്രൈവിൽ ഹൃദയഭാഗത്ത്, എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ഗംഭീര ഫ്ലാറ്റ് സ്വന്തമാക്കിയത്. ഭയങ്കര ആണല്ലേ? ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഫ്ലാറ്റ് എന്ന് ഞാൻ അറിഞ്ഞു. ആഗ്രഹമായിരുന്നു, പക്ഷെ ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ്. നമ്മൾ അങ്ങനെ ഒരു പക്ക പ്ലാൻ ചെയ്ത് വാങ്ങിച്ചതല്ല. നമ്മുടെ ആലുവയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിനോവേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ റെന്റിന് വന്നതാണ്. അങ്ങനെ ഇവിടെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മമ്മി എനിക്ക് ഈ ഫ്ലാറ്റ് പറ്റി കിട്ടും, ഇതേ പറ്റുള്ളൂ, ഇതേ പറ്റുള്ളൂ, എനിക്കിത് തന്നെ വേണം, ഇങ്ങനെ പറഞ്ഞിരുന്നോ? ഈ കഥ ഞാൻ പുറകെ കേട്ടിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായി, അമ്മയ്ക്കും അച്ഛനും ഒക്കെ. അങ്ങനെയാണ് അതിലേക്ക് പെട്ടെന്ന് വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹണി റോസിന്റെ വീട് തുടങ്ങുന്നത് ഒരു ഈശോയിൽ നിന്നാണ് അല്ലേ? ഈ ഈശോയ്ക്ക് ഒരു കഥയുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഈശോയുടെ ഡി ലൈഫ് ചെയ്തപ്പോൾ ഈ കുരിശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖമില്ല, കുരിശ് മാത്രം ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ മുഖം ഞാനിങ്ങനെ തപ്പി. ഇതിങ്ങനെ അല്ലായിരുന്നു ഇരുന്നത്. ഈശോ ഒരു വുഡില് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. അത് കുറെ കട്ട് ചെയ്ത് അങ്ങനെ അവസാനം എനിക്ക് ആഗ്രഹമുള്ള ഒരു ഈശോയെ കിട്ടിയല്ലേ. അങ്ങനെ നമ്മൾ ഈ വീട് തുടങ്ങുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോവാ? ലിവിംഗ് റൂം. ഓക്കെ, ഞങ്ങള് ഇടുക്കിയിലെ വീട് കാണാൻ വന്നപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ പെട്ടെന്ന് ഇങ്ങനെ എറണാകുളത്ത് തന്നെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വാങ്ങുമെന്നുള്ളത്. അന്ന് തൊട്ടേ മനസ്സിലിട്ട് വളർത്തി വളർത്തി വലുതാക്കി മാനിഫെസ്റ്റ് ചെയ്ത ഒരു ഡ്രീം ആണോ ഇത്? ചില കാര്യങ്ങൾ നമുക്ക് ലൈഫിലേക്ക് അങ്ങനെ സംഭവിക്കണം എന്നുണ്ടാവും. എനിക്കൊരു ഫ്ലാറ്റ് എറണാകുളത്ത് വേണം എന്നുള്ളത് പെട്ടെന്ന് വന്ന ഒരു ആഗ്രഹമാണ്. ഒത്തിരി കാലയളവ് ഉണ്ടായിരുന്നില്ല അതിന്. ഒരു വർഷമോ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഈ വൈറ്റ് ഒക്കെ നമ്മള് ഫേർണിച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ സോഫ സെറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും അയ്യോ അവിടെ ഇരിക്കല്ലേ, ഇവിടെ ചെളിയാക്കല്ലേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇത്? എനിക്ക് വീട് ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ. കാരണം അത് ഫുൾ വൈറ്റ് വെച്ചേക്കുന്നത് കൊണ്ട് ഒരു കുഞ്ഞ് ചെളിയൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര. ഇതിപ്പോ പിന്നെ നമ്മളിപ്പോ ശീലമായി, നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ ചെളി പറ്റിയാൽ പറ്റും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ വീട് ഇത്രയും ഗംഭീരമാക്കി ഇടുന്നതിൽ ഹണി റോസിന്റെ അമ്മയ്ക്ക് വലിയ പങ്കുണ്ടാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വെക്കണം. ഹണി റോസ് എന്തൊക്കെയാ കഴിക്കണേ നമുക്ക് നോക്കാം. നോക്കണ്ട, നല്ല സാധനങ്ങളൊക്കെയാ, നല്ല സാധനങ്ങളൊക്കെയാ. വലിച്ചു വരച്ചേക്കാം. എല്ലാം സവോള, തക്കാളി. തൊടുപുഴയിന്ന് പാല് തൊട്ട് വെള്ളം തൊട്ട് എല്ലാ സാധനം ഇപ്പോഴും തൊടുപുഴന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പൊളിച്ചിങ്ങോട്ട് കൊണ്ടുവരും, തേങ്ങ ചിരണ്ടി കൊണ്ടുവരും. ഓ ഗൈസ്, ഞാൻ പിന്നെ ഹണി മാറി കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഇതിന്റെ അകത്ത് ഇല്ലാത്ത സാധനം ഒന്നും കാണൂല. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടോ തുറന്ന് നോക്കിയാൽ മതി. ഓ മൈ ഗോഡ്, കാര്യം എന്തൊക്കെ പറയാലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഭയങ്കര പെർഫെക്റ്റ് ആണല്ലേ. അമ്മയ്ക്ക് തൊടുപുഴയിൽ നിന്നുള്ള പാൽ ഇവിടെ എവിടെ വേണേലും നമുക്ക് കിട്ടും. പക്ഷെ അവിടുന്ന് ഉള്ള നാടൻ വീട്ടിൽ നിന്ന് കയറുന്ന കൊണ്ടുവരുന്ന പാല് തന്നെ വേണം. ഹണി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ എറണാകുളത്താണ് മറൈൻ ഡ്രൈവിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയാ? പുറത്തേക്ക് ഇറങ്ങിയ ആള് മുഴുവനോട് കൂടൂല്ലേ? ഒന്നുമില്ല, നമ്മളാരെങ്കിലൊക്കെ വെക്കേണ്ടി വരും. ഓ, ഒന്നോട് പറയരുത്. പർദ്ദ ഇട്ട് ഇറങ്ങണതിനോട് മമ്മ പറഞ്ഞു. പർദ്ദ ഇടുന്നത് ആളുകളെ പേടിച്ചിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി ഈ ലുലു അങ്ങനെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാ. എവിടെ പോയി ഇങ്ങനെ വായും പിടിച്ച് നിൽക്കാം, ആരാളുകളെയൊക്കെ നോക്കാം, ആർക്കും ഒരു പ്രശ്നമില്ല. അതിന് കുറെ സമയം പോകുന്നതുകൊണ്ട് തന്നെ പർദ്ദയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടാണ്. അത് ശരി. ഈ വീട് പണിത് തീർന്നപ്പോഴത്തേക്കും മമ്മ എന്നോട് പറഞ്ഞു, അതായത് ഇനിയിപ്പോ കൊച്ചു തന്നെയല്ലേ ഉള്ളൂ. കൊച്ചു തന്നെയോ? ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണ്ടേ? വേഗം കണ്ടുപിടിക്കോ? ഇത് എനിക്ക് തെറി വരാനുള്ളത്. എന്നാലും ഞാൻ ചോദിക്കും, വേഗം ആവോ? വീടൊക്കെ ആയില്ലേ, കല്യാണം ഒക്കെ വേഗം ആവോ? വന്നതുപോലെ തന്നെ അതും അങ്ങനെ സംഭവിക്കും. അതെ, അങ്ങനെ തന്നെ സംഭവിക്കണം. നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കണ്ടാലോ? എന്നെ ഒരു സൈഡ് തൊട്ട് തുടങ്ങിയാലോ? എവിടെ തൊട്ട് തുടങ്ങണം? അതാണ് എനിക്ക് കൺഫ്യൂഷൻ. എല്ലാം ഏരിയ അടിപൊളിയാണ്. അതുകൊണ്ട് ഇതെന്താ ഇത്? വളരെ ഇതെന്താ ഇത്?
അത് എന്താണ് അതൊരു സാധനം? അതൊരു സാധനം അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അവിടെ ഓപ്പൺ ചെയ്യാം വന്നേ പിന്നെ അതിങ്ങനെയാണ്. ഓ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇന്നത്തേക്കൊന്നും സാധനങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല. ഇല്ല നമ്മളിപ്പോ ഒരു 1 month ഒക്കെ 2 months അല്ലേ ആയിട്ടുള്ളൂ. ഈ ആർട്ടിഫാക്ട്സ് ഒക്കെ എവിടെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് ഇവിടുന്നൊക്കെ കൊച്ചിനിലൊക്കെ ആയിട്ട് അവിടെ ഇവിടുന്നൊക്കെ കുറച്ച് കളക്ഷൻ. ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചിട്ട് ഈ ആളെ ഭയങ്കര ഇഷ്ടമായി ആണല്ലേ. ഈ ആളെ എന്റെ പാവയും മമ്മി തുടയ്ക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ആള് ചിലപ്പോ ഒന്ന് താഴെ വീഴും. അതിന് ഇവിടെ വലിയ ബഹളാണെന്നാ ഞാൻ. ഈ ആള് താഴെ വീണാൻ പിന്നെ തീർന്നു. അമ്മ ഈ തൂക്കൽ എന്റെ മുറിയിലുള്ള പല സാധനങ്ങളും പൊട്ടിച്ചിട്ട് ഞാൻ ചെന്ന് നോക്കും, പിന്നെ അത് അവിടെ കാണില്ല. നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ട് നടക്കും. കുറെ നാൾ കഴിയുമ്പോൾ അവിടെ ഉണ്ടല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, അത് അവിടെ കാണും, നിനക്ക് ഓർമ്മയില്ലാത്തന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്താ പെയിന്റിങ്ങുകൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. ഈ ഇന്റീരിയറിന്റെ ഡിലൈഫുകാർ തന്നെ സെലക്ട് ചെയ്താണ് എന്നെ കാണിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന് എനിക്ക് എന്തെങ്കിലും മീനിങ് ഒക്കെ ഉള്ളത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനിങ് കൊടുക്കാം. ആണ് അബ്സ്ട്രാക്ട് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിങ് നിങ്ങൾ ഉണ്ടാക്കിയോ. ഹണി ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ എറണാകുളത്താണ് മെറൈൻ ഡ്രൈവിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് എങ്ങനെയാ? പുറത്തേക്ക് ഇറങ്ങിയ ആള് മുഴുവനോട് കൂടൂല്ലേ? ഒന്നുമില്ല, നമ്മളാരെങ്കിലൊക്കെ വെക്കേണ്ടി വരും. ഓ എന്നോട് പറയരുത്, പർദ്ദയിട്ട് ഇറങ്ങണതിനോട് മമ്മ പറഞ്ഞു. പർദ്ദ ഇടുന്നത് ആളുകളെ പേടിച്ചിട്ടില്ല, നമുക്ക് കുറച്ചും കൂടി ഈ ലുലു അങ്ങനെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാ. എവിടെ പോയി ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കാം, ആരാളുകളെയൊക്കെ നോക്കാം, ആർക്കും ഒരു പ്രശ്നമില്ല. അതിന് കുറെ സമയം പോകുന്നതുകൊണ്ട് തന്നെ പർദ്ദയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടാണ്. അത് ശരി. ഈ വീട് പണിത് തീർന്നപ്പോഴത്തേക്ക് മമ്മ എന്നോട് പറഞ്ഞു, അതായത് ഇനിയിപ്പോ കൊച്ചു തന്നെയല്ലേ ഉള്ളൂ. കൊച്ചു തന്നെയോ? ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കണ്ടേ? വേഗം കണ്ടുപിടിക്കോ? ഇതെനിക്ക് തെറി വരാനുള്ളത്, എന്നാലും ഞാൻ ചോദിക്കും, വേഗം ആവോ? വീടൊക്കെ ആയില്ലേ, കല്യാണമൊക്കെ വേഗം ആവോ? വന്നതുപോലെ തന്നെ അതും അങ്ങനെ സംഭവിക്കും. അതെ, അങ്ങനെ തന്നെ സംഭവിക്കും. ഇതെന്താണ് ഈ ഒരു ഏരിയ? ഇതൊരു ചെറിയൊരു ചെറിയ ഒരു ബാർ യൂണിറ്റ് പോലെ. പക്ഷെ അതിലൊന്നും നമുക്ക് പ്രയോജനമുള്ള സാധനമൊന്നും ഇല്ല. വെറുതെ നമ്മളങ്ങനെ ഒരു വെറുതെ വെച്ചിരിക്കുന്നതാണ് കാണാൻ. ഡമ്മിയാണ്, ഡമ്മി പീസുകളാണ് അതൊക്കെ. ഇവിടെ വന്നിരുന്ന അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഈവനിങ്ങുകളുണ്ടോ, അതോ ചായക്ക് കൂടുതലും ബാൽക്കണിയിലാണ്? കാരണം നമ്മൾക്ക് ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മൾ നാച്ചുറലി നമ്മൾ അങ്ങോട്ട് പോകും. അതെ അതെ. ഇനി എങ്ങോട്ടാ നമ്മൾ ആദ്യം കയറാ? ഇനി ഡൈനിങ്. ഓക്കെ, ഡൈനിങ്. ഈ ഡൈനിങ് ഏരിയയിൽ ഈ പൂ ഇരിക്കുന്നത് കണ്ടോ? അപ്പൊ ഈ പൂക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ബാത്റൂമിലിട്ട് ഉണക്കിയെടുത്തതാണ്. എല്ലാ കഥയും ഞാൻ നേരത്തെ അറിഞ്ഞു. ഇതെന്താണ് ഈ ഒരു ഏരിയ? ഇതൊരു ചെറിയൊരു വേറെ ഒരു ബാർ യൂണിറ്റ് പോലെ. പക്ഷെ അതിലൊന്നും നമുക്ക് പ്രയോജനമുള്ള സാധനമൊന്നും ഇല്ല. വെറുതെ നമ്മളങ്ങനെ ഒരു വെറുതെ വെച്ചിരിക്കുന്നതാണ് കാണാൻ. ഡമ്മിയാണ്, ഡമ്മി പീസുകളാണ് അതൊക്കെ. ഇവിടെ വന്നിരുന്ന അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഈവനിങ്ങുകളുണ്ടോ, അതോ ചായക്ക്? കൂടുതലും ബാൽക്കണിയിലാണ്. കാരണം നമ്മൾക്ക് ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മൾ നാച്ചുറലി നമ്മൾ അങ്ങോട്ട് പോകും. ഇനി എങ്ങോട്ടാ നമ്മൾ ആദ്യം കയറാ? ഇനി ഡൈനിങ്. ഓക്കെ, ഡൈനിങ്. ഈ ഡൈനിങ് ഏരിയയിൽ ഈ പൂ ഇരിക്കുന്നത് കണ്ടോ? അപ്പൊ ഈ പൂക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ബാത്റൂമിലിട്ട് ഉണക്കിയെടുത്തതാണ്. എല്ലാ കഥയും ഞാൻ നേരത്തെ അറിഞ്ഞു. ബാത്റൂമിലിട്ട് ഹെയർ സ്പ്രേ അടിച്ച് ഉണക്കി. ഡീറ്റെയിൽസ് എല്ലാം പറയണ്ട, അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണ്ട, അതൊക്കെ സീക്രട്ട് ആണ്. ഇത് കാരണം ഇത് ഹാങ് ചെയ്തിട്ടിട്ട് വേണം. അപ്പൊ ഇവിടെ ഹാങ് ചെയ്തിടാൻ വെയിലടിക്കാൻ പാടില്ല.